ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഗൃഹാങ്കണ രാമായണ പാരായണം 20-ാം ദിവസം. ജടായുവിൻ്റെ ത്യാഗോജ്വലമായ ജീവിതം ഋഗ്ധപ്രവരനെ കോരിത്തരിപ്പിച്ചു. അവൻ അംഗദനോട് പറയുകയാണ്, എൻ്റെ പേര് സമ്പാതി എന്നാണ്. ജടായു എൻ്റെ അനുജനുമാണ്. സൂര്യസാരഥിയായ അരുണൻ ഞങ്ങളുടെ അച്ഛനും നാഗമാതാവായ സുരസ അമ്മയുമാണ്. തീരെ വേർപിരിയാത്ത കൂട്ടുകാരെ പോലെ ഞങ്ങൾ കഴിഞ്ഞു വരികയായിരുന്നു. ഒരിക്കൽ ഞങ്ങൾ രണ്ടുപേരും അച്ഛനെ കാണുവാനായി സൂര്യമണ്ഡലത്തെ ലക്ഷ്യമാക്കി പറന്നുയരുകയാണ്. സൂര്യഭഗവാന്റെ അതികഠിനമായ ചൂട് താങ്ങുവാൻ സാധിക്കാതെ ജടായു തളർന്നുപോയി. അപ്പോൾ ഞാൻ അവനെ എൻ്റെ ചിറകുകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചു. അതിനാൽ അവൻ ജീവൻ നഷ്ടപ്പെടാതെയും ചിറകുകൾ കരിയാതെയും രക്ഷപ്പെട്ടു. ഞാനാണെങ്കിലോ ചിറകുകൾ കത്തിക്കരിഞ്ഞ് ദേഹമാസകലം പൊള്ളലേറ്റ് അവശയായി ഈ പർവ്വതത്തിലും ചെന്ന് വീണു. 3 ദിവസം ഒന്നും അറിയാതെ അങ്ങനെ തന്നെ കിടന്നു. പിന്നെ ഒരുവിധം നിരങ്ങി ഇവിടെ വസിച്ചിരുന്ന നിശാകര താപസന്റെ ആശ്രമ പരിസരത്തെത്തിച്ചേർന്നു. മാമുനി ചോദിച്ചതിനനുസരിച്ച് എല്ലാം ഞാൻ പറഞ്ഞു. ഇനിയുള്ള എൻ്റെ ജീവിതോപായത്തെക്കുറിച്ച് മഹർഷിയോട് ചോദിക്കുകയും ജീവിത നിവർത്തനത്തിനാവശ്യമായ നിർദ്ദേശങ്ങൾ ആരായുകയും ചെയ്തു. എൻ്റെ വാക്കുകൾ കേട്ട മഹർഷി പുഞ്ചിരിച്ചുകൊണ്ട് എന്നോട് പറയുകയാണ്, അല്ലയോ സമ്പാദേ, നിരന്തരമായി നിന്നെ പരിചയമുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് പറയുകയാണ്, ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക. ദേഹമാണ് എല്ലാവിധ ദുഃഖത്തിൻ്റെയും കാരണം. ആ ദേഹമാവട്ടെ ഓരോരുത്തരുടെയും പൂർവജന്മ കർമ്മഫലമായി രൂപപ്പെട്ടു വരുന്നതുമാണ്. ജീവികൾക്ക് ദേഹത്തിൽ അതിമോഹമുണ്ടാവുമ്പോൾ കർമ്മങ്ങൾ സംഭവിക്കുകയായി. ആ അഹങ്കാരം അഥവാ അതിമോഹം മായയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇതിനെയാണ് അവിദ്യ എന്ന് പറയുക. ഇത് ആദിയിലില്ലാത്തതും ജഡാത്മകവുമാണ്. ചുട്ടുപഴുത്ത ഇരുമ്പ് കട്ടയിൽ അഗ്നി എപ്രകാരമാണോ പറ്റിപ്പിടിച്ചിരിക്കുന്നത്, അതുപോലെയാണ് ഈ അതിമോഹത്തിൻ്റെ അവസ്ഥ. ആത്മചൈതന്യവുമായി അത് ഒന്നിച്ചു ചേർന്ന് വേർപിരിയാതെ ദൃഢമായി ഇരിക്കുകയാണ്. അതിനാൽ ദേഹത്തിന് അഹങ്കാരവുമായി താദാത്മ്യം വരികയും അത് ചൈതന്യവത്തായി തോന്നുകയും ചെയ്യുന്നു.
ഈ അഹങ്കാരത്തിൻ്റെ ശക്തി കൊണ്ടാണ് ആത്മാവിന്, അതായത് ജീവിക്ക്, ദേഹമാണ് ഞാൻ എന്ന തോന്നൽ ഉണ്ടാവാൻ ഇടവരുത്തുന്നത്. സുഖദുഃഖാദി സങ്കലമായ, അതായത് ജനന മരണാദികൾക്ക് വിധേയമായ സംസാരം ഉണ്ടാവുന്നതിനുള്ള കാരണവും ഇതുതന്നെയാണ്. നിർവികാരമായ ആത്മാവിനോട് അഹങ്കാരാദികൾ താതാത്മ്യം പ്രാപിക്കുമ്പോൾ ഞാൻ ദേഹമാണെന്നും എല്ലാറ്റിൻ്റെയും കർത്താവ് ഞാൻ തന്നെയാണെന്നും സങ്കൽപ്പിച്ചുകൊണ്ട് ജീവൻ സദാ കർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കും. അക്കാരണത്താൽ ജീവൻ കർമ്മഫലങ്ങൾക്കുള്ളിൽ കുടുങ്ങി അവശനായി തീരുകയും താഴോട്ടും മേലോട്ടും ചുറ്റിത്തിരിഞ്ഞു കൊണ്ടിരിക്കുകയും ചെയ്യും. സ്വർഗത്തിലും നരകത്തിലുമായി അങ്ങനെ അതിൻ്റെ കറക്കം തുടരുകയാണ്. ഞാൻ വളരെ പുണ്യം ചെയ്തിട്ടുണ്ട്, യജ്ഞയാഗാദികൾ നിർവഹിച്ചിട്ടുണ്ട്, അതിനാൽ സ്വർഗത്തിൽ സുഖമായി കഴിയാമെന്ന് സങ്കൽപ്പിക്കുകയും അപ്രകാരം കുറേ നാൾ സ്വർഗവാസം അനുഭവിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. ആ പുണ്യം തീരുന്നതോടുകൂടി താഴേക്ക്, അതായത് ഭൂമിയിലേക്ക് പതിക്കുന്നു. ആദ്യം ചന്ദ്രമണ്ഡലത്തിലെത്തി അവിടെയുള്ള ഹിമകണങ്ങളുമായി ചേർന്ന് വസിക്കുവാൻ ഇടയാകുന്നു. പിന്നീട് ഭൂമിയിലെത്തുകയും ധാന്യങ്ങളിൽ പറ്റിച്ചേർന്ന് വസിക്കുകയും തദനന്തരം അത് നാനാതരം ഭോജ്യങ്ങളായി പരിണമിക്കുകയും ജീവികൾ അവ ആഹരിക്കുവാൻ ഇടയാവുകയും ചെയ്യുന്നു. അങ്ങനെ പുരുഷന്മാർ കഴിക്കുന്ന ഭക്ഷണം രേതസ് ആയി രൂപപ്പെടുകയും ക്രമേണ അത് ഭൂമിയിലെത്തി കലലമായി തീരുകയും ചെയ്യുന്നു. ഒരു ദിവസം കൊണ്ടാണ് രേതസ് കലലമായി തീരുന്നത്. ശരീരത്തിൽ എത്തിച്ചേർന്ന 5 രാത്രി കൊണ്ട് അത് ബുൽബുദാകാരമാകുന്നു, കുമിളയായി തീരുന്നു. 7 രാത്രി കൊണ്ട് അതിന് മാംസപേശിയുടെ സ്വഭാവം കൈവരുന്നു. ഒരു പക്ഷക്കാലം സമയം കൊണ്ട് അത് മാംസപേശിയിൽ അലിഞ്ഞു ചേരുകയായി. അല്ലെങ്കിൽ 14 ദിവസം കൊണ്ട്, ഒരു പക്ഷക്കാലം കൊണ്ട് ആ മാംസപേശിയിൽ രക്തവ്യാപ്തി ഉണ്ടാവുകയായി. 25 രാത്രികൾ കൊണ്ട് അവയവങ്ങളുടെ നാമ്പുകൾ പൊടിച്ചു വരികയായി. പിന്നെ ക്രമേണ ഒരു മാസം കൊണ്ട് കഴുത്ത്, ചുമല്, തല, നട്ടെല്ല്, വയർ ഇവ ഓരോന്നായി പ്രത്യക്ഷപ്പെടുന്നു. 2 മാസക്കാലം കൊണ്ട് കൈകാലുകൾ, വാരിഭാഗങ്ങൾ, അരക്കെട്ട്, കാൽമുട്ട് എന്നിവ രൂപപ്പെടുന്നു. 3 മാസം കൊണ്ട് അംഗങ്ങളിൽ സന്ധിബന്ധങ്ങൾ ഉണ്ടാവുകയായി. 4-ാം മാസത്തിൽ വിരലുകൾ മുളയ്ക്കും. 5 മാസം കൊണ്ട് മൂക്ക്, ചെവി, കണ്ണ് എന്നിവ രൂപപ്പെടുകയായി. അതുപോലെ പാൽനിര, നഖങ്ങൾ, ഗുഹ്യം എന്നിവയും 5-ാം മാസത്തിലാണ് രൂപപ്പെടുന്നത്. 6-ാം മാസത്തിന് ശേഷമാണ് ചെവിക്ക് ദ്വാരം, ഗുദം, ലിംഗം, ഉപസ്ഥം, നാഭി എന്നിവ രൂപപ്പെട്ടു വരുന്നത്. 7-ാം മാസത്തിൽ രോമങ്ങളും തലമുടിയും മുളയ്ക്കും. 8-ാം മാസത്തോടെ എല്ലാ അംഗങ്ങളും പൂർത്തിയായി തീരും. അല്ലയോ സമ്പാദി, ഇങ്ങനെയാണ് ഗർഭം വളർന്നു വരുന്നത്. 5-ാം മാസം മുതൽ ഗർഭം ചൈതന്യവത്തായി തീരും. എന്നിട്ട് അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രസങ്ങൾ അമ്മയുടെ ഹൃദയധമനിയിലൂടെ പൊക്കിൾക്കൊടിയിലുള്ള സൂക്ഷ്മദ്വാരം വഴി ആഹരിച്ച് ഗർഭം വളരുന്നു. ആ ജീവൻ്റെ കർമ്മശക്തി കൊണ്ട് മരണം സംഭവിക്കാതിരിക്കുന്നു. അമ്മയുടെ ഗർഭത്തിൽ കിടക്കുമ്പോൾ ജീവന് എല്ലാ ജന്മങ്ങളുടെയും
താൻ ചെയ്ത എല്ലാ കർമ്മങ്ങളുടെയും സ്മരണ ഉണ്ടായിത്തീരുന്നു. മാത്രവുമല്ല, ഗർഭത്തിൽ കൊടിയ പീഡനമാണ് അനുഭവിക്കേണ്ടതായി വരുന്നത്. മുൻ ജന്മത്തിലെ കർമ്മഫലമാണ് ഇത്തരം പീഡനങ്ങൾക്ക് ആധാരമായതെന്നും കഴിഞ്ഞ ജന്മത്തിലെ ഈശ്വര ജപലോഭമാണ് ഇത്തരമൊരവസ്ഥയ്ക്ക് കാരണമായതെന്നും ആകയാൽ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തു വന്നു കഴിഞ്ഞാൽ മേലിൽ സത്കർമ്മങ്ങൾ മാത്രം ചെയ്ത് ഈശ്വര ഭജനത്തോടെ കഴിയുമെന്ന പ്രതിജ്ഞ എടുക്കുകയും ഗർഭപാത്രത്തിൽ വെച്ച് നാരായണ ജപം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. പക്ഷേ ജനനത്തോടെ പലതും മറക്കാൻ ഇടയാവുന്നു. ഇതിൽ നിന്നും കരകയറുവാൻ സത്സംഘവും ബോധപൂർവമുള്ള ഈശ്വര ഭജനയും അത്യാവശ്യമാണ്. മാത്രവുമല്ല, ത്രേതായുഗത്തിൽ രാമകാര്യത്തിനായി രാമദൂതന്മാരായ വാനരന്മാർ ഇവിടെ നിന്റെ സമീപത്തായി വരുമെന്നും അവർക്ക് സഹായം ചെയ്തു കൊടുത്താൽ നിനക്ക് പൂർവ്വരൂപം തിരിച്ചു കിട്ടുമെന്നും മുനി എന്നോട് പറയുകയുണ്ടായി. സമ്പാതി ഇങ്ങനെ കാര്യങ്ങൾ വിവരിച്ച ശേഷം വാനരന്മാരുടെ സഹായത്തോടുകൂടി ജടായുവിനായി ഉദകക്രിയകൾ ചെയ്തു. യഥാവിധി സ്വസ്ഥാനത്ത് ഇരിക്കുകയാണ്. എന്നിട്ട് വാനരന്മാരോട് പറയുകയാണ്, നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സീതാദേവി ലങ്കയിൽ അശോകവനികയിൽ രാക്ഷസ സ്ത്രീകളുടെ നടുവിൽ കഴിയുകയാണ്. എത്രയും വേഗം നിങ്ങൾ ചെന്ന് അവളെ കാണുക. സമ്പാതി ഇത് പറഞ്ഞു തീരും മുമ്പേ അവന് ചിറകുകൾ പുത്തനായി മുളയ്ക്കുകയും ആഹ്ലാദചിത്തനായ സമ്പാതി ആകാശത്തിൻ്റെ അനന്തതയിലേക്ക് ഉയർന്നു പോവുകയും ചെയ്തു. ഭഗവാന്റെ കൃപ അത് മനുഷ്യനാവട്ടെ, മൃഗമാവട്ടെ, പക്ഷിയാവട്ടെ, ഏവരിലും അലയടിക്കുന്ന അനുഭവമാണ് നമുക്ക് രാമായണത്തിലൂടെ പകർന്നു കിട്ടുന്നത്. സമ്പാദിയുടെ വാക്കുകളെ മാനിച്ചുകൊണ്ട് ലങ്കയിൽ എങ്ങനെ എത്തിച്ചേരാം എന്നതിനെക്കുറിച്ച് വാനര നായകന്മാർ ചിന്തിച്ചു തുടങ്ങുകയാണ്. നക്രചക്രങ്ങൾ തിങ്ങി നിറഞ്ഞിട്ടുള്ള ഈ മഹാസമുദ്രം മറികടക്കുവാൻ പ്രയാസമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വാനരന്മാർക്ക് മനസ്സിലായി. എങ്കിലും അംഗദൻ്റെ ചോദ്യത്തിന് ഉത്തരമായി ഓരോരുത്തരും എനിക്ക് 10 യോജന ചാടാമെന്നും എനിക്ക് 20 യോജന ചാടാമെന്നും 50 യോജന ചാടാമെന്നും ഇങ്ങനെ ഓരോ തരത്തിൽ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കവേ എനിക്ക് 90 യോജന ചാടാമെന്നും എനിക്ക് അങ്ങോട്ടേക്ക് ചാടാനുള്ള യോഗ്യതയുണ്ടെങ്കിലും തിരിച്ചു വരാൻ സാധ്യമല്ല എന്നൊക്കെ വാനരന്മാർ ഓരോരുത്തരായി ഓരോ തരത്തിൽ പ്രസ്താവിക്കുകയാണ്. അങ്ങനെ വാനരന്മാരുടെ പ്രസ്താവ്യങ്ങളിൽ മനംനൊന്ത് അംഗദനും കഴിയുകയാണ്. അപ്പോൾ ജാംബവാൻ ഒരിടത്ത് ഏകനായിരിക്കുന്ന ഹനുമാന്റെ തോളിൽ സ്പർശിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലയോ ജഗൽ പ്രാണനന്ദന, എന്താ നീ ആരോടും ഒന്നും പറയാതെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത്? സാക്ഷാൽ ശിവശക്തി തന്നെയാണല്ലോ നിന്നിൽ കുടികൊള്ളുന്നത്. മാത്രവുമല്ല, വായു ഭഗവാന്റെ പ്രിയപ്പെട്ടവനുമാണ് നീ. കേസരിയെ വധിച്ച് ദുഃഖമില്ലാതാക്കിയ കേസരി എന്ന വാനരശ്രേഷ്ഠൻ്റെയും അഞ്ജനയുടെയും പുത്രനായ നിനക്ക് വായുവിനോളം വേഗതയും ഫലവുമുണ്ട്. പിറന്നു വീണ ഉടനെ സൂര്യഭഗവാനെ കണ്ട് പഴമാണെന്ന് ധരിച്ച് 500 യോജന മേൽപോട്ട് ചാടുകയും അപ്പോൾ ഇന്ദ്രൻ്റെ വജ്രായുധമേറ്റ് നീ വീണതും ദുഃഖിതനായ വായുദേവൻ നിന്നെയും കൊണ്ട് പാതാളത്തിലേക്ക് പോയതും അപ്പോൾ ത്രിമൂർത്തികളും 33 കോടി ദേവന്മാരും ദേവർഷിമാരും പ്രത്യക്ഷപ്പെട്ട് പ്രളയകാലത്ത് പോലും നിനക്ക് മരണമുണ്ടാവുകയില്ല എന്ന വരം നൽകിയിട്ടുള്ളതും കീഴ്ത്താടിയിൽ വെട്ടേറ്റ് മുറിഞ്ഞ നിനക്ക് അവർ ഹനുമാൻ എന്ന അപരനാമം നൽകി ആദരിച്ചതുമെല്ലാം ഋഷകുലാധിപനായ ഈ ജാംബവാന് നല്ലവണ്ണം ഓർമ്മയുണ്ട്. നീയും അത് മറന്നിരിക്കാൻ ഇടയില്ല എന്നാണ് എൻ്റെ വിശ്വാസം.
അല്ലയോ എൻ്റെ പ്രിയപ്പെട്ട ആഞ്ജനേയ, സീതാന്വേഷണത്തിനായി പുറപ്പെടുവാൻ നേരത്ത് നിന്നെ പ്രത്യേകം അടുത്ത് വിളിച്ച് രാമൻ മുദ്രമോതിരം തന്നിട്ടുള്ളത് നിനക്കറിയാമല്ലോ. ഹനുമാൻ, നിന്റെ ബലവും വേഗതയും വീര്യവും അളക്കാനോ നിർണയിക്കാനോ ആരാലും സാധ്യമല്ല. ജാമ്പവാന്റെ വാക്കുകൾ കേട്ട് ചാടി എഴുന്നേറ്റ് സിംഹനാദം പോലെ ഗർജനം മുഴക്കി വാമനമൂർത്തിയെപ്പോലെ ഹനുമാൻ വളരാൻ തുടങ്ങുകയാണ്. ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ രാവണനെ കുലത്തോടു മുടുക്കി ഞാൻ ദേവിയെയും കൊണ്ട് പോരുവനിപ്പഴേ. അല്ലായികിലോ ദശകണ്ഠനെ ബന്ധിച്ചു മെല്ലവേ വാമകരത്തിലെടുത്തുടൻ കൂടത്രയത്തോട് ലങ്കാപുരത്തെയും കൂടെ വലത്തുകരത്തിലാക്കിക്കൊണ്ട് രാമാന്തികെ വെച്ചു കൈതൊഴുതിടുവൻ രാമാങ്കുലീയമൻ കയ്യിലുണ്ടാകയാൽ. ഇത് കേട്ട് ജാമ്പവാൻ പറഞ്ഞു, സീതയെ കൊണ്ട് തിരികെ വരിക. രാവണനോട് എതിരിടുന്നത് പിന്നെയാവാം. ഏതായാലും രാമൻ യുദ്ധത്തിലൂടെ രാവണനെ വധിക്കും. അപ്പോൾ നിനക്ക് ആവോളം വിക്രമം കാട്ടാം. ഇതൊക്കെ കേട്ട ഹനുമാൻ മഹേന്ദ്രപർവ്വതത്തിൻ്റെ മുകളിലേക്ക് ഓടിക്കയറി ഗരുഡനെ പോലെ വിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്നത്തെ സത്സംഗം സമാപിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.